നമസ്കാരം. നമുക്ക് മലയാളം PYQs നോക്കാം. ആദ്യത്തെ ചോദ്യം, കൂടെ ഇരുന്ന് കഴുത്തറുക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഉത്തരം അടുത്തുകൂടി ചതിക്കുക. എറൗണ്ട് ദ കോർണർ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അടുത്തു വരിക. എറൗണ്ട് ദ കോർണർ പറഞ്ഞാൽ അടുത്തു വരിക. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി. വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. മറ്റേതിലെല്ലാം ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അടുത്തത്, പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. പ്രസംഗകൻ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. പ്രസംഗകൻ എന്നാണ് പ്രസംഗിക്കുന്നയാൾ എന്നാണ്. തണുപ്പുണ്ട് എന്ന പദം പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ട് എന്നാണ് ശരിയായ ഉത്തരം. പെരും പ്ലസ് പറ എന്നിവ ചേർത്ത് എഴുതിയാൽ പെരുംപറ. ഓപ്ഷൻ സി ആണ് ഉത്തരം, പെരുംപറ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഇതിൽ ധരണി, വസുധ, മേദിനി എന്നിവ ഭൂമിയുടെ പര്യായങ്ങളാണ്. ജനിത്രി ഭൂമിയുടെ പര്യായമല്ല. ജനിത്രി അഥവാ ജനിത്രി എന്നത് മാതാവ് എന്നാണ് അർത്ഥം വരുന്നത്. വിപരീത പദം എഴുതുക. വിവൃതം എന്നതിൻ്റെ വിപരീതം സംവൃതം എന്നാണ്. ഒറ്റപ്പദം ആക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായത്. സർവജനീയം എന്നാണ് എല്ലാ ജനങ്ങൾക്കും ബാധകമായത് എന്നതിന് ഉത്തരം. എതിർലിംഗം എഴുതുക. യാത്രികൻ എന്നതിൻ്റെ എതിർലിംഗം യാത്രിക എന്നാണ്. അടുത്തത്, അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്തെഴുതുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. ഇതിൽ അകത്തമ്മ ചമഞ്ഞു എന്നുള്ളതിൻ്റെ അർത്ഥം വലിയ മേന്മ നടിക്കുക എന്നതാണ്. അടുത്തത്, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. അപ്പോൾ വളരെയധികം സംസാരിക്കുന്നതിനുള്ള ഒറ്റപ്പദമാണ് വേണ്ടത്. അതിവാചാലൻ എന്നാണ് ഉത്തരം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്തെഴുതുക. ഇതിൽ ഓപ്ഷൻ ബി അന്തസ് എന്നതാണ് ശരിയായ പദം. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരം എന്നുള്ളതിൻ്റെ വിപരീതം നശ്വരം എന്നാണ്. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? ഇതിൽ ദീപവതി, ധുനി, സ്രോതസ് എന്നിവയെല്ലാം നദിയുടെ പര്യായങ്ങളാണ്. പയോദം ആണ് വേറെ. പയോദം എന്നതിൻ്റെ അർത്ഥം മേക്കം എന്നാണ്. വാക്ക് പ്ലസ് മയം എന്നിവ ചേർത്തെഴുതുക. വാക്മയമാണ് വാക്ക് പ്ലസ് മയം എന്നിവ ചേർത്തെഴുതിയാൽ കിട്ടുന്ന വാക്യം. പല ഉരു പിരിച്ചെഴുതുക. പല പ്ലസ് ഉരു ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ദ്വിവചനമാണ്. മലയാളത്തിൽ ദ്വിവചനമില്ല. ഏകവചനം ബഹുവചനം മാത്രമാണുള്ളത്. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? PV ആൽബിയാണ് മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ഇതിൽ ഓപ്ഷൻ ഡി ആണ്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. മറ്റേതെല്ലാം ഗ്രാമർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.